എന്നോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ല ഡോക്ടറെ, നിങ്ങളടുത്ത് ഈ പുതിയ ഐഫോൺ ഉണ്ടായിട്ട് നിങ്ങളെപ്പോഴും S23 അൾട്ര ആണല്ലോ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ഉത്തരവേ ഉള്ളൂ, എനിക്ക് ഈ ഫോണൊരു ഷോക്ക് വേണ്ടിയല്ല, യൂസ് ചെയ്യാൻ വേണ്ടിയ ഒരു യൂസബിലിറ്റി ഫോണാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും, ഒരുപാട് പുസ്തകങ്ങൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്യാനുണ്ടാവും. ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഐഫോൺ വെച്ചിട്ട് ഒരു കുന്തം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു മെഡിക്കൽ ബുക്ക് നമ്മൾ വിലക്ക് വാങ്ങണമെന്ന് വെച്ചാൽ അതിന് ചിലപ്പോൾ നമ്മൾ 10-25,000 റുപ്യ കൊടുക്കണം. അത് ടോറൻ്റ് എന്നൊക്കെ സൂത്രത്തിൽ നമുക്ക് ആൻഡ്രോയിഡ് വഴി ഒപ്പിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഈ പെന്ന്, ഇതെനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ എല്ലാം കൊണ്ടുള്ള ഒരു നമ്മളെ സംബന്ധിച്ചോളം രഹസ്യമാക്കി വെക്കേണ്ട വലിയ മറ്റേ എന്താ പറയുക സേഫ്റ്റി പിക്ചേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് യൂസ് ചെയ്യണം. ഇതിലെങ്ങാനും ഞാനിപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എത്രയോ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇതിങ്ങനെ ഐഫോൺ ഇങ്ങനെ കാണിച്ച് വെച്ച് നടക്കാനല്ല. ഇനിയിപ്പോൾ അഥവാ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ S23 അൾട്ര തന്നെയാണ് നോക്കുക. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ചിലവരൊക്കെ വിചാരിക്കും, എന്താ ഡോക്ടർ നിങ്ങളടുത്ത് ഐഫോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അത് യൂസ് ചെയ്യാത്തത്? ചിലപ്പോൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഐഫോണിൽ ഞാൻ ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും അതിങ്ങോട്ട് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമാണ്. നമ്മളിപ്പോൾ ഒരു എക്സെൻഡർ വഴി ഇങ്ങോട്ട് അയക്കണമെങ്കിൽ അതിന് നമ്മൾ സ്വിച്ച് ഫോൺ ഓണാക്കി ഓഫാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കുമ്പോഴേക്ക് നമ്മൾ വിലപ്പെട്ട ഒരുപാട് സമയം കൊണ്ട് പോകും. നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആവാനാണ്, നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി നിൽക്കുന്ന ഫോണായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഏതോ കമ്പനീൻ്റെ വലിയ വലിയ ബ്രാൻഡ് എന്നുള്ളതല്ല. മനസ്സിലായോ? ഓക്കെ, ബൈ.